ഏവർക്കും യേശുക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ യേശു മണലിൽ എഴുതിയ സംഭവമാണ്. ഈ സംഭവം എങ്ങനെ പഴയ നിയമവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നതാണ് നാം പരിശോധിക്കുന്നത്. യേശു എന്തുകൊണ്ടാണ് മണലിൽ എഴുതിയത്? എന്താണ് എഴുതിയത്? ഇതിന്റെ ആത്മീയാർത്ഥം എന്താണ്? ഇവയാണ് നാം ഈ പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിന്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനം ഒക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരോ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പരീശന്മാർ യേശുവിനോട് പ്രതിപാദിച്ച മോശയുടെ ന്യായപ്രമാണം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നോക്കാം. ലേവ്യ പുസ്തകം 20:10. ഒരുത്തന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പുരുഷനെയോ സ്ത്രീയെയോ കല്ലെറിയുന്നതിനു മുമ്പ് ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ ഇവയൊന്നും പാലിക്കാതെയാണ് സ്ത്രീയെ യേശുവിന് മുമ്പിൽ കൊണ്ടു നിർത്തിയത്. പരീശന്മാർ യേശുവിനോട് ഉന്നയിച്ച ചോദ്യം വീണ്ടും വായിക്കാം. യോഹന്നാൻ 8:5. ഗുരോ, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. പരീശന്മാരുടെ ഈ ചോദ്യം വെറുമൊരു ചോദ്യമല്ലായിരുന്നു. യേശുവിനെ കൊടുക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു. സ്ത്രീയെ ശിക്ഷിക്കണമെന്നുള്ളതിനേക്കാൾ യേശു എന്തു പറയുമെന്നതായിരുന്നു അവർക്ക് പ്രധാനം. യേശു കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ റോമൻ നിയമത്തിന് എതിരാണെന്ന് ആരോപിക്കാം. കാരണം മരണശിക്ഷ വിധിക്കുവാനുള്ള അധികാരം ഒരു യഹൂദനില്ലായിരുന്നു. കല്ലെറിയരുത് എന്ന് പറഞ്ഞാൽ യേശുവിനെ ന്യായപ്രമാണ നിഷേധിയാണെന്ന് പറയാം. മാത്രമല്ല, സ്ത്രീയെ കല്ലെറിയുവാൻ യേശു പറഞ്ഞിരുന്നുവെങ്കിൽ പാപികളുടെ സ്നേഹിതൻ എന്ന പേര് യേശുവിന് നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. പള്ളിപ്രമാണിമാരുടെ തന്ത്രം മനസ്സിലാക്കിയ യേശു ഉടൻ മറുപടി പറയാതെ അവരുടെ സംസാരം കേൾക്കുന്നില്ലാത്തതുപോലെ കുനിഞ്ഞിരുന്ന് നിലത്ത് മണലിൽ എഴുതിക്കൊണ്ടിരുന്നു. അവർ ചോദ്യം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ മറുപടി, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഇവിടെ യേശു ദൈവശാസ്ത്രത്തെക്കുറിച്ച് വാദിച്ചില്ല. യേശു അവരുടെ ഹൃദയങ്ങളെ വെളിപ്പെടുത്തി. യേശുവിന്റെ ഈ അപ്രതീക്ഷിത മറുപടിയിൽ ആദ്യം മുതിർന്നവരും പിന്നെ ഇളയവരും കുറ്റബോധത്തോടെ ഓരോരുത്തരായി സ്ഥലം വിട്ടുപോയി. എന്തുകൊണ്ടാണ് ഇവർ വേഗം യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും അകന്നുപോയത്? ഇതിന് നിരവധി വ്യാഖ്യാനങ്ങളും കാരണങ്ങളും പ്രചരിക്കപ്പെടുന്നു. അവയിൽ ചിലത് നമുക്കും പരിശോധിക്കാം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരം ചെയ്ത 2 പേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമായിരുന്നു. ദൈവം തന്റെ വിരൽ കൊണ്ട് എഴുതിക്കൊടുത്ത നിയമങ്ങളാണിത്. പള്ളിപ്രമാണിമാരായ ഇവർക്ക് നിയമം നല്ലതുപോലെ അറിയാമായിരുന്നിട്ടും യേശുവിനെ കുടുക്കുവാൻ വേണ്ടി നിയമം ലംഘിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തെ മുൻനിർത്തി ന്യായപ്രമാണ കർത്താവായ യേശുവിനെ കുടുക്കുവാൻ ശ്രമിച്ച പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ മറുപടിയിൽ സ്വയം കുടുങ്ങി. തങ്ങൾ പാപികളും ന്യായപ്രമാണ ലംഘകരും ആണെന്ന തിരിച്ചറിവ് അവരെ ദൈവപുത്രന്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടിയൊളിക്കുവാൻ പ്രേരിപ്പിച്ചു. ആദാമും ഹവ്വായും
ദൈവത്തിന്റെ നിയമം ലംഘിച്ചപ്പോൾ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിച്ചതുപോലെ ആ വചനം കൂടി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 3:8. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യേശു എന്താണ് മണലിൽ എഴുതിയതെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നില്ല. സ്ത്രീയെ കല്ലെറിയുവാൻ ആവശ്യപ്പെട്ടവരുടെ രഹസ്യ പാപങ്ങളുടെ പട്ടിക തുടക്കം മുതൽ ഒടുക്കമറിയുന്ന യേശു എഴുതിവച്ചുവെന്നാണ് ഒരു വ്യാഖ്യാനം. അതിനാലാകാം തങ്ങളുടെ രഹസ്യ പാപങ്ങളുടെ കർത്താവിന്റെ എഴുത്തുകൾ തങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നതായി അവർ കണ്ടപ്പോൾ ലജ്ജിച്ച് മുതിർന്നവരിൽ നിന്നാരംഭിച്ച് ഒരുവനൊരുവനായി വേഗം സ്ഥലം വിട്ടുപോയത്. കുറ്റാരോപകർ പിരിഞ്ഞുപോയപ്പോൾ യേശു സ്ത്രീയോട്, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഇവിടെ യേശു പാപത്തെ അംഗീകരിച്ചു കൊടുത്തില്ല. അതേസമയം യേശു പാവിയെ തള്ളിക്കളഞ്ഞുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലെ 17 വായിക്കാം. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഈ വചനത്തിന്റെ മനോഹരമായ ദൃഷ്ടാന്തമായിരുന്നു യേശുവും സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം. യേശുവിന്റെ വാക്കുകൾ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തതിന്റെ തെളിവായിരുന്നു യേശു സ്ത്രീയോട് പറഞ്ഞ ഈ വാക്കുകൾ. പരീശന്മാർ അവളെ യേശുവിനെ കുടുക്കുവാൻ ഉപയോഗിച്ചെങ്കിൽ യേശു അവളെ ഒരു മനുഷ്യ സ്ത്രീയായി കണ്ടു. യേശുവിന്റെ മറുപടിയിൽ പരീശന്മാർ കല്ല് താഴെയിട്ട് അവിടെ നിന്നും നടന്നു നീങ്ങിയെങ്കിൽ അവൾ മുഖാമുഖമായി കൃപ നിറഞ്ഞവനിൽ നിന്നും കരുണയും ക്ഷമയും സ്വീകരിച്ച് നടന്നു നീങ്ങി. മോശയ്ക്ക് ദൈവം തന്റെ സ്വന്തം വിരൽ കൊണ്ട് ന്യായപ്രമാണം എഴുതിക്കൊടുത്തെങ്കിൽ ഇവിടെ യേശു തന്റെ വിരൽ കൊണ്ട് കൃപയുടെ നിയമം എഴുതുന്നു. വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും ഇങ്ങനെയൊക്കെയാണെങ്കിലും പഴയ നിയമം ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് നോക്കാം. യിരെമ്യാവ് 17:13. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതിവെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അതായത് ദൈവത്തെ നിരസിക്കുന്നവരുടെ പേരുകൾ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതുന്നതിന് പകരം ഭൂമിയിൽ മണ്ണിൽ എഴുതപ്പെടും. ഇതിനർത്ഥം അവരുടെ പേരുകൾ സ്ഥിരമല്ല. ഇനി ഈ പഴയ നിയമഭാഗം എങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞുകിടക്കുന്നുവെന്ന് നോക്കാം. യിരെമ്യാവ് 17:13. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ. ഇവിടെ പറയുന്ന യഹോവ എന്ന ഇസ്രായേലിന്റെ പ്രത്യാശ പുതിയ നിയമത്തിൽ ആരാണെന്ന് നോക്കാം. 1 തിമോത്തിയോസ് 1:1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെയും. യിരെമ്യാവിന്റെ പ്രവചനത്തിലെ ഇസ്രായേലിന്റെ പ്രത്യാശ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം എന്നിൽ നിവർത്തീകരിക്കപ്പെടുന്നു. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. യിരെമ്യാവ് 17:13 വീണ്ടും വരാം. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതിവെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഇവിടെ യഹോവയാണ് ജീവജലത്തിന്റെ ഉറവ. ഇതേ ഭാഷ തന്നെ യേശു ഉപയോഗിക്കുന്നത് നോക്കാം. യോഹന്നാൻ 4:14. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും. ഇവിടെ യേശുവാണ് നീരുറവ. സമാനമായ രീതിയിൽ യേശു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. യേശുവാണ് വഴി. ഒരു വചനം കൂടി വായിക്കാം. വെളിപാട് പുസ്തകം 21:6. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. പഴയ നിയമത്തിൽ യഹോവയാണ് ജീവജലത്തിന്റെ ഉറവ. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ആ ഉറവിന്റെ പൂർത്തീകരണമാകുന്നു. യിരെമ്യാ പ്രവചനത്തിലേക്ക് തിരികെ വരാം. യിരെമ്യാവ് 17:13. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതിവയ്ക്കും.
ദൈവത്തെ വിട്ടവരുടെ പേരുകൾ മണ്ണിൽ എഴുതപ്പെടുന്നു. ക്രിസ്തുവിൽ ആയവരുടെ പേരുകൾ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നു. ലൂക്കോസ് 10:20. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഒരു വചനം കൂടി വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വ്യഭിചാരിയായ സ്ത്രീയെ വിധിക്കുവാൻ വന്നവർ ഓരോരുത്തരായി അവരുടെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോയവരെയാണ് ദൈവത്തെ വിട്ടവർ എന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത്. തുടക്കത്തിനു മുന്നേ ഒടുക്കം അറിയുന്ന ക്രിസ്തു ഈ വിട്ടുപോയവരുടെ പേരുകളാണ് യിരെമ്യാവ് പ്രവചിച്ചതുപോലെ മണ്ണിൽ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ യിരെമ്യാവ് 17:13 യേശുവിൽ നിവൃത്തിയാകുവാനിരുന്ന ഒരു പ്രവചനാത്മക വചനമായിരുന്നു. പഴയ നിയമത്തിലെ ജീവജലത്തിന്റെ ഉറവ പുതിയ നിയമത്തിൽ ക്രിസ്തുവാകുന്നു. യിരെമ്യാവ് 17:13 ക്രിസ്തുവിൽ അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നു. നമ്മുടെ പേരുകളും യേശു മണ്ണിൽ എഴുതാതിരിക്കട്ടെ.